ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഈ ഫീച്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ വളരെ അട്രാക്റ്റീവ് ആക്കാൻ ഈ ഒരു ഫീച്ചർ കൊണ്ട് സാധിക്കും. അതിനാൽ തന്നെ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് നോക്കാം. ഇതിനായി നമ്മുടെ വീഡിയോ മുഴുവനായി കാണുക. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലൈവായി ചെക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എല്ലാം നൽകാറ് നമ്മുടെ വീഡിയോയെ കുറിച്ചൊരു നോട്ട്, അതുപോലെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ടാഗ്സ്, അതുപോലെ വീഡിയോ ഡിസ്ക്ലെയിമർ ഇതെല്ലാം കൊടുത്താണ് നമ്മൾ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ നൽകാറ്. എന്നാൽ ഇത് കാണുമ്പോൾ സാധാരണ ഡിസ്ക്രിപ്ഷൻ എന്ന ഫീൽ മാത്രമാണ് നമുക്കുണ്ടാവുക. എന്നാൽ യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കും. നമ്മൾ വേർഡ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുമ്പോൾ, അതുപോലെ ലൈൻസ് നൽകുമ്പോൾ, പാരഗ്രാഫ് നൽകുമ്പോൾ ഇവയിൽ നമുക്ക് നമ്മുടെ വേർഡ്സ് ബോൾഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈൻ ഇത് ഇറ്റാലിക് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് സ്ട്രൈക്ക് ചെയ്ത രീതിയിലെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം ഈ പുതിയ ഫീച്ചർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് ഇത് ബോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡിൻ്റെ ആദ്യം അതുപോലെ അവസാനത്തിൽ ഓരോ സ്റ്റാർ വീതം കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്കൊരു ലൈൻ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു അണ്ടർസ്കോർ എന്ന് കൊടുക്കാം. അതുപോലെ ഈ ലൈനിൻ്റെ എൻഡിലായി ഒരു അണ്ടർസ്കോർ കൂടി കൊടുക്കുക. ഇത്തരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അതുപോലെ എൻഡിൽ ഓരോ അണ്ടർസ്കോർ വീതം കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ലൈൻ ഇറ്റാലിക് ആയി കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ലൈവായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി എന്താണ് ഈ മാറ്റങ്ങൾ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അബൌട്ട് ദി വീഡിയോ എന്ന് നമുക്ക് ബോൾഡ് ചെയ്യണമെങ്കിൽ ഈ അബൌട്ട് ദി വീഡിയോയ്ക്ക് മുന്നിലായി ഒരു സ്റ്റാർ, അതുപോലെ ഇതിൻ്റെ എൻഡിൽ ഒരു സ്റ്റാർ ഇത്തരത്തിൽ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എഴുതിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഇറ്റാലിക്കായി കൊടുക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്ന ഈ ഒരു ലൈൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അണ്ടർസ്കോർ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതിന് അവസാനത്തിൽ ഞാനൊരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വേർഡ് എല്ലാം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യേണ്ട കമൻറ്റ് ഹൈഫൺ എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹൈഫൺ, അതുപോലെ ഇവിടെ എൻഡിൽ ഒരു ഹൈഫൺ, ഇത്തരത്തിൽ ഞാൻ ഇവിടെ ഈ വീഡിയോ ഡിസ്ക്ലൈമർ എന്നതിന് കൊടുത്തിട്ടുണ്ട്. ഇതിനു ശേഷം നമുക്ക് ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് സേവ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് ഇതിൽ എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ ഈ വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ പോകാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അബൌട്ട് ദി വീഡിയോ എന്നത് ബോൾഡായി വന്നിട്ടുണ്ട്. അതുപോലെ അതിന് താഴെ വന്നിരിക്കുന്നത് നമ്മൾ ഇറ്റാലിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഇറ്റാലിക്കായി കാണാം. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ വീഡിയോ ഡിസ്ക്ലെയിമർ എന്നത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കാനെല്ലാം സാധിക്കും. ഇതുവഴി നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ എല്ലാം നൽകി നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്